ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെയുള്ള സ്റ്റെപ്സിലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ട ഒരു വേർഡാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നിലുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഹൈപ്പോത്തസിസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഹൈപ്പോത്തസിസ് ഈസ് എ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ടു എംപിരിക്കലി ടെസ്റ്റഡ് ആണ്. സോ ഈ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? നമുക്കതിനെ എംപിരിക്കലി ടെസ്റ്റ് ചെയ്യണം അല്ലേ? ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളൊന്നതിനെ നമ്മളുടെ ഈ ഒരു റിസർച്ച് സ്റ്റഡീനെ ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി വെക്കും. ഏതൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം, ഏതൊക്കെയാണ് നമ്മളുടെ അനാലിസിസ് വരുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യണം, ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം കോസ്റ്റ് വരും, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, എത്രത്തോളം അത് ഡാറ്റ കളക്ട് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്, ഈസി മെത്തേഡ്സ് ഏതൊക്കെയാണ്, പ്രൈമറി വേണോ സെക്കൻഡറി വേണോ, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കും. ഈ ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കലാണ്. ഈ ഒരു ഔട്ട്ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിസർച്ച് ഡിസൈൻ ഈസ് ഓൾസോ നോൺ ആസ് മാസ്റ്റർ പ്ലാൻ ഓർ ബ്ലൂ പ്രിൻ്റ് ഓഫ് ദ റിസർച്ച് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അനദർ നെയിംസ് ഔട്ട്ലൈൻ, പ്ലാൻ, ബ്ലൂ പ്രിൻ്റ് എക്സെട്ര. സോ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് പല പേരുകളിൽ നമ്മൾ അറിഞ്ഞു. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്, ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുകയാണ്. അങ്ങനെ തയ്യാറാക്കുന്ന പ്ലാനിലൂടെയാണ് നമുക്ക് നമ്മളുടെ ഡാറ്റേൻ്റെ ആ ഒരു ഏതൊക്കെ കളക്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സോ ഇതാണ് റിസർച്ച് ഡിസൈൻ. തുടക്കത്തിൽ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കൊരു ക്ലിയർ അല്ലാത്ത പോലെ തോന്നാം. പക്ഷേ അതിങ്ങനെ റിസർച്ച് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഡിസൈനിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മളൊരു റഫായിട്ട് എഴുതും. റഫായിട്ട് എഴുതുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ അല്ല, അല്ലെങ്കിൽ ഒരു ക്ലിയർ അല്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തും. സോ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനൽ റിസർച്ചിൻ്റെ ആ ഒരു ഡിസൈനിലേക്ക് എത്തുന്നത്. ഇനി സിംപ്ലി നമുക്ക് റിസർച്ച് ഡിസൈനിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അക്കോർഡിംഗ് ടു പോളിംഗ് വി യങ്, എ റിസർച്ച് ഡിസൈൻ ഈസ് ദ ലോജിക് ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് ഡയറക്റ്റിംഗ് എ പീസ് ഓഫ് റിസർച്ച്. അപ്പോൾ ഒരു റിസർച്ചിൻ്റെ സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങും ഡയറക്റ്റിങ്ങും ആണ്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഏതാണ്? റിസർച്ച് ഡിസൈനാണ്. ഇതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊരു റിസർച്ച് ഡിസൈനിലൂടെയാണ് നമുക്ക് ഏതൊക്കെ ഡാറ്റ അവൈലബിൾ ആണ്, നമ്മളുടെ മണി എത്ര എക്സ്പെൻസ് വരും, അല്ലെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം അവൈലബിൾ ഡാറ്റ ഉണ്ട് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന ഓൺ ദി ബേസിസ് ഓഫ് ദിസ് റിസർച്ച് ഡിസൈൻ. വി ഹാവ് ടു ആൻസർ മെനി ക്വസ്റ്റ്യൻസ് ഇൻ അവർ റിസർച്ച്. സോ വി ക്യാൻ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ബൈ ത്രൂ വിച്ച് റിസർച്ച് ഡിസൈൻ. What is the definition and the scope of the problem? Why is the study all about? Where is the problem? How big or serious is the problem? When will be the study carried out? Where will be the study conducted? What is the method of data collected? എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു ഫേസ് എന്ന് പറയാം നമുക്കെന്ത്? ഈ ഒരു റിസർച്ച് ഡിസൈൻ. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടാകും. നമ്മളുടെ പ്രോബ്ലം എങ്ങനെ ഡിഫൈൻ ചെയ്യണം, നമ്മൾ ഏതൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം, ഏതൊക്കെ മെഷേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ള ഒരുപാട് വാട്ട്, വേർ, ഹൗ many, from where എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യുന്ന ഒരു ഫേസ് കൂടിയാണ് ഏത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു ഘട്ടം.
ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒരു പ്ലാനാണ്. നമ്മളുടെ റിസർച്ചിൻ്റെ മുമ്പ് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് റിസർച്ച് ഡിസൈൻ? ഇനിയുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീച്ചേഴ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്കാണ്. ഒരു ഫ്രെയിം വർക്കാണ് നമ്മളുടെ റിസർച്ച് സ്റ്റഡീൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് എന്ത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻസ് ആണ്. എന്തൊക്കെ ആദ്യം ചെയ്യണം, എവിടെ നിന്ന് എടുക്കണം എന്നുള്ള ഈ ഒരു ഓരോ ആക്ഷൻസിൻ്റെ ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓരോ വാരിയബിൾസിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഒക്കെ ഒരു ഔട്ട്ലൈൻ ആണെന്ന് പറയാം. പ്ലാനാണ്, മെത്തേഡാണ്, അല്ലെങ്കിൽ ഔട്ട്ലൈനാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിയാണ്. ഏതൊക്കെ മെത്തേഡ് കളക്ട് ചെയ്യണം, ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് എസ്റ്റിമേഷൻ ഓഫ് ടൈം ആൻഡ് കോസ്റ്റ്. എത്ര ടൈം നമ്മളുടെ റിസർച്ചിൽ നമുക്ക് ചിലവാക്കേണ്ടി വരും, എത്ര സ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ആകും നമ്മളുടെ ഈ ഒരു റിസർച്ച് സ്റ്റഡി കഴിയുമ്പോഴത്തേക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു കണക്ക് നമുക്ക് കിട്ടും. പിന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, പ്രൈമറി വേണോ സെക്കൻഡറി വേണോ, അങ്ങനത്തെ സോഴ്സ് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈനും നമുക്ക് കിട്ടും. ഇന്നെന്ന ഫീച്ചേഴ്സൊക്കെയാണ് നമുക്ക് റിസർച്ച് ഡിസൈനിൽ കാണാൻ പറ്റുക. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്? നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ടൂർ പോവുകയാണെങ്കിലോ എന്തിനാണെങ്കിലും നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാകും. അതുപോലെ തന്നെ പ്ലാൻ ഉണ്ടാകും. നമ്മൾ പ്ലാൻ വരയ്ക്കും, ഏതൊക്കെ റൂം. അതുപോലെ തന്നെയാണ് ഈ റിസർച്ച് ഡിസൈൻ വരുന്നത്. ഒരു ഔട്ട്ലൈൻ ആദ്യം തയ്യാറാക്കുകയാണ്, ഒരു പ്ലാൻ തയ്യാറാക്കുക. ഇങ്ങനെ പ്ലാൻ തയ്യാറാക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു യൂസ് എന്തിനാണ് നമ്മൾ ഈ ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കുന്നത്? നീഡ് ഫോർ എ റിസർച്ച് ഡിസൈൻ. വാട്ട് ആർ ദ നീഡ്സ് ഫോർ എ റിസർച്ച് ഡിസൈൻ? ഒരുപാട് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്, നമുക്ക് ആദ്യം തന്നെ മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെയൊക്കെ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാൻ പറ്റും. പിന്നെ റിസർച്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ റിസർച്ചറിന് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ് ചെയ്യാൻ പറ്റും. ഒരു റിസർച്ചറിന് അയാളുടെ സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ തന്നെ ലീഡ് ചെയ്യാനും ഈ ഒരു റിസർച്ച് ഡിസൈൻ, നമുക്കൊരു ഡിസൈൻ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിസൈൻ അനുസരിച്ച് പോയാൽ മതിയല്ലോ. വേറെ പല ഡിസൈൻസ് വേണ്ട. ഒരു വീടിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈൻ, ഇപ്പോൾ ട്രഡീഷണൽ വീടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് മാത്രം പോയാൽ മതി, മോഡേൺ ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് പോകണ്ട. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷനിൽ തന്നെ റിസർച്ചറിന് എന്ത് ചെയ്യും, ലീഡ് ചെയ്യാനിത് സഹായിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ലീഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഈ ഒരു ഇതിൽ വരാം അല്ലേ? നമുക്ക് എന്ത് ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ടാകും. സോ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് ഇന്ന പ്രോബ്ലംസ് നമുക്ക് ഫ്യൂച്ചറിൽ വരാം എന്നുള്ളത് ആദ്യം തന്നെ എന്താ പറയുക, കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു റിസർച്ച് ഡിസൈൻ കൊണ്ട് നമുക്ക് പറ്റുന്നു. ഹൗ മെനി, ഇതൊക്കെ റിസർച്ചറിൻ്റെ മനസ്സിൽ വരുന്നതാണ്. ഇതിപ്പോൾ എവിടെ നിന്നാണ് എടുക്കുക, പ്രൈമറി ഡാറ്റ, അല്ലെങ്കിൽ ആരുമായിട്ട് കോൺടാക്ട് ചെയ്താലേ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഈ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു എത്ര മണി സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഏത് ടൈമിൽ ഈ ഡാറ്റ പോയി കളക്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു മെത്തേഡാണ് ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആദ്യം തന്നെ നമുക്ക് നല്ലൊരു പ്ലാൻ, നല്ലൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. വെറുതെ ടൈം പോക്കാതെ അല്ലെങ്കിൽ വെറുതെ പൈസ പോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആ ഒരു പ്ലാനിനനുസരിച്ച് മാത്രം പോവുകയാണെങ്കിൽ കോസ്റ്റും ടൈമും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ആദ്യം തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പോയാൽ മതി. സോ ഇതാണ് നീഡ് ഓഫ് ദി റിസർച്ച് ഡിസൈൻ. സോ ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻസ് ആണ്. പ്ലാൻ ഓഫ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് ക്ലിയർ ആയിട്ടും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, റിസർച്ച് ഡിസൈനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസർച്ച് ഡിസൈനിൽ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടും. ഒരു റിസർച്ചർ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും തമ്മിൽ ഒരു നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു ഫേസാണിത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്.
സോ ദർ ആർ മെനി കോമ്പണൻസ് ഇൻ റിസർച്ച് ഡിസൈൻ. അപ്പോൾ ഒരു റിസർച്ച് ഡിസൈനിൽ ഒരുപാട് കോമ്പണൻസ് വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ സമയത്ത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കോമ്പണൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഫസ്റ്റ്, നീഡ് ഫോർ ദ പ്രോബ്ലം ഓർ നീഡ് ഫോർ ദ സ്റ്റഡി ആണ്. എന്തിനാണ് നമ്മൾ ഈ ഒരു റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിസർച്ച് സ്റ്റഡി നടത്തുന്നത്? എന്തിനാണ്? നമുക്കൊരു പുതിയൊരു പ്രോഡക്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഡിമാൻഡ് അറിയാനായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറവായിരിക്കും. അപ്പം നമ്മൾ ആ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു, റിസർച്ച് പ്രോസസ്സിലും റിസർച്ച് ഫേസിലൊക്കെ പറഞ്ഞു. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ ആ ഒരു നീഡ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കും. നെക്സ്റ്റ് ഒരു കോമ്പണൻറ്റ് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ലിറ്ററേച്ചർ റിവ്യൂ നിങ്ങൾ പറഞ്ഞു, ഓൾറെഡി ആരോ ഉണ്ടാക്കി വെച്ച ഒരു ലിറ്ററേച്ചർ നമ്മൾ തപ്പുന്ന സമയത്ത്, അപ്പോൾ നമ്മളുടെ സ്റ്റഡി എന്തിൻ്റെ ബേസിലാണ്, ആ ബേസിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിറ്ററേച്ചർ എടുക്കുന്നത്. സോ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റഡി ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത ലിറ്ററേച്ചറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തേണ്ടത്. എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുന്നത് ഈ ലിറ്ററേച്ചറിലൂടെയാണ്. നമ്മൾ ലിറ്ററേച്ചർ എടുത്തിട്ടാണ് ആ ഒരു കേസ് പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ലിറ്ററേച്ചർ എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ആണ്. നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കും, ഇത് വേണ്ട വേറൊരു ടൈറ്റിൽ കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, ക്ലിയർ ടേംസിൽ നമ്മളുടെ ആ ഒരു സ്റ്റഡിക്ക് കൃത്യമായിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിലും നമ്മൾ ഈ റിസർച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ആ ഓർഡർ ആക്കി വെക്കുന്നതും ഒരു ടൈറ്റിൽ കൊടുക്കുന്നതും ഒക്കെ ഈ റിസർച്ച് ഡിസൈനിൽ വരുന്നതാണ്. അപ്പം നമ്മൾ കറക്റ്റ് ഒരു ടൈറ്റിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റഡിയിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതാദ്യം സെറ്റ് ചെയ്യണം. അത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റഡീൻ്റെ ക്ലിയർ ടേംസിൽ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മൾ എന്തിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ ഡിമാൻഡ് ആണെങ്കിൽ ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെ ഒരുപാട് എത്രത്തോളം ഡിമാൻഡ് വരുന്നു, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഡിമാൻഡ് കൂടുതലാണ് കുറവാണ്, അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ്, നമ്മളുടെ സ്റ്റഡീൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റഫായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പണന്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ഹൈപ്പോത്തസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ അടുത്തൊരു കോമ്പണന്റ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തസിസ് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഓപ്പറേഷണൽ ഡെഫിനിഷനാണ്. ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റഡിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും കോൺസെപ്റ്റുകളോ അല്ലെങ്കിൽ കൺസ്ട്രക്ട്സോ വാരിയബിൾസോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഡിഫൈൻ ചെയ്ത് വെക്കുക. ഈ ഒരു സ്റ്റഡിയിൽ നമ്മൾ വായിച്ചു നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു വേർഡോ എന്തെങ്കിലുമൊക്കെ വരാം. ആ ഒരു വേർഡ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓപ്പറേഷണൽ ഡെഫിനിഷനിൽ ആദ്യമേ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ അവിടെ ഡിഫൈൻ ചെയ്ത് അതിൻ്റെ കറക്റ്റ് മീനിങ് അവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് നമ്മളോട് ക്വസ്റ്റ്യൻ, അതായത് ഒരു റിസർച്ച് സ്റ്റഡി നടത്തുന്ന സമയത്ത് വീണ്ടും അതെന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ആദ്യം തന്നെ നമ്മളതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. നെക്സ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓപ്പറേഷണൽ ഡെഫിനിഷനൊക്കെ കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡിയാണ്. ഈ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡിയിൽ വരുന്നത് ജോഗ്രഫിക്കൽ സ്കോപ്പ് ഉണ്ടാകും. ജോഗ്രഫിക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏത് അത് ഏത് ജോഗ്രഫിക്കൽ ഏരിയനെയാണ് കവർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ചേളന്നൂർ പഞ്ചായത്ത് എന്ന് പറയുകയാണെങ്കിൽ ആ ചേളന്നൂർ പഞ്ചായത്ത് മാത്രം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെങ്കിൽ അതിന് മാത്രമായിട്ട്, ആ ഒരു കാലിക്കറ്റ് സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് സിറ്റി മാത്രമായിട്ട്, അല്ലെങ്കിൽ മലപ്പുറം ആണെങ്കിൽ മലപ്പുറം മാത്രം, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു സ്കോപ്പ്, അതിൽ തന്നെ ഏതൊക്കെ സ്കോപ്പ്, ഒന്ന് ജോഗ്രഫിക്കൽ സ്കോപ്പ്, അതിൽ തന്നെ വരുന്നത് ഒരു കണ്ടന്റ് സ്കോപ്പ് ഉണ്ട്. കണ്ടന്റ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റഡിയിൽ നമ്മൾ ഏതൊക്കെ ആസ്പെക്ട്സിനെയാണോ പഠിക്കുന്നത് ആ ഒരു സ്കോപ്പ് വേണമെങ്കിൽ നമുക്കതിൽ
സ്കോപ്പിൽ എഴുതാം. ദെൻ നമുക്കൊരു ക്രോണോളജിക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എത്രത്തോളം ടൈം പീരീഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു സ്റ്റഡി നടത്താൻ, ആ ഒരു ടൈം പീരീഡിൻ്റെ സ്കോപ്പ് നമുക്ക് ആ ഒരു സ്കോപ്പ് ഓഫ്, അപ്പോൾ ജോഗ്രഫിക്കൽ സ്കോപ്പ് വേണമെങ്കിലാക്കാം, കണ്ടൻസ് സ്കോപ്പ് വേണമെങ്കിലാക്കാം, അതുപോലെ തന്നെ ക്രോണോളജിക്കൽ സ്കോപ്പ്, അങ്ങനെയുള്ള സ്കോപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ജോഗ്രഫിക്കൽ ഏരിയ ആണ് കവർ ചെയ്യുന്നത്, എന്തൊക്കെ കണ്ടൻസ് ആണ് നമ്മളതിൽ എടുക്കുന്നത്, അതുപോലെ തന്നെ എത്ര ടൈം നമ്മളുടെ ഈ ഒരു സ്റ്റഡി നടത്താൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതാണ് സ്കോപ്പ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്, സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ സ്കോപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് സോഴ്സസ് ആണ് വേണ്ടത്. പ്രൈമറി സോഴ്സ് വേണോ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് വേണോ? സോ അടുത്തൊരു കണ്ടന്റ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ദ സ്റ്റഡിയാണ്. സോഴ്സ് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ ഒരു ചിന്ത എന്തായിരിക്കും, സെൻസസ് എടുക്കണോ അല്ലെങ്കിൽ സാമ്പിളിംഗ് എടുക്കണോ, സാമ്പിൾ വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഓരോരുത്തരെ പോയിട്ട് കണ്ടിട്ടും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണോ. സോ മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ് അടുത്തത് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് സ്റ്റഡി നമ്മൾ തീരുമാനിക്കണം, അതായത് സെൻസസ് മെത്തേഡ് വേണോ സാമ്പിളിംഗ് മെത്തേഡ് വേണോ. അങ്ങനെ സാമ്പിളും സെൻസസും മെത്തേഡ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടത് ടെക്നിക്സ് ആണ്. ടെക്നിക്സ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഒരു ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ സർവേ ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയേഴ്സ്, ഷെഡ്യൂൾസ്, ഏത് ടെക്നിക്സ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഒക്കെ ടെക്നിക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സാമ്പിളിംഗ് ഡിസൈൻ ആണോ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സാമ്പിൾ എത്ര സാമ്പിൾ എടുക്കണം എന്നുള്ളത് നമ്മൾ 50 പേരെയാണോ കാണേണ്ടത് അല്ലെങ്കിൽ 100 പേരെയാണോ കാണേണ്ടത്, ആ ഒരു സാമ്പിൾ എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കണം. ദെൻ വരുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഗ്രാഫുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയഗ്രാംസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ, ആവറേജ്, മീൻ, മീഡിയൻ, ഏതാണോ നമുക്ക് യൂസ് പറ്റുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാം. അതിൽ തന്നെ ഹൈപ്പോത്തസിസും നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ F ടെസ്റ്റോ T ടെസ്റ്റോ ഉപയോഗിച്ചിട്ട് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം ടു ദ മാനേജ്മെന്റ് ആണ്. സോ അതൊരു റിസർച്ച് റിപ്പോർട്ട് രൂപത്തിൽ, ഒരു പ്രസന്റേഷൻ രൂപത്തിലേക്ക് ആക്കിയിട്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാനുള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റണം, ഒരു റിപ്പോർട്ട് സ്റ്റൈലിലേക്ക് മാറ്റണം. അതിൽ ടൈം എസ്റ്റിമേറ്റ്സ് കണ്ടുപിടിക്കണം. പിന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ടൈം എസ്റ്റിമേറ്റ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബഡ്ജറ്റും ആണ്. എത്രത്തോളം ടൈം നമ്മളുടെ ഈ ഒരു സ്റ്റഡിക്ക് വരും എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എത്ര പീരീഡ് അല്ലെങ്കിൽ എത്ര ലോങ്, അല്ലെങ്കിൽ 1 മാസം വേണോ 1 കൊല്ലം വേണോ എന്നുള്ള ടൈം ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്, നമുക്ക് ഈ ഒരു സ്റ്റഡി നടത്താനുള്ള ഫിനാൻസ് നമ്മൾ എവിടെ നിന്നൊക്കെ റേസ് ചെയ്യും എന്നുള്ളതും നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതൊക്കെ ഇതിൻ്റെ കോമ്പണൻസിൽ വരുന്നതാണ്. ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ റിസർച്ച്. സോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എൻക്വയറി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ റിസർച്ച് പേഴ്സൺസിനെ കണ്ടുപിടിക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, എന്നിട്ട് എല്ലാ ആക്ടിവിറ്റീസിനും കൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എൻക്വയറി എന്ന് പറയുന്നത്. ഇത്രയാണ് റിസർച്ച് ഡിസൈനിൽ വരുന്ന കോമ്പണൻസ്. അപ്പോൾ ഈ റിസർച്ച് ഡിസൈൻ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും നമ്മളുടെ ഒരു പ്ലാൻ അവിടെ തയ്യാറായി നമുക്ക് ശരിക്കുള്ള റിസർച്ച് വർക്ക് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിസർച്ച് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ചില വേർഡ്സുകൾ, ചില ടേംസുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു കോൺസെപ്റ്റ്, ഐഡിയകൾ എന്തൊക്കെയാണെന്ന്. അത് എന്തൊക്കെയാണ്, ചില കോൺസെപ്റ്റുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ചില ടേംസുകൾ. ഏതൊക്കെയാണ് ടേംസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടേംസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ആണ്. നിങ്ങൾ വാരിയബിൾസ് പഠിച്ചു, ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും നിങ്ങൾ പഠിച്ചതാണ്. ഒന്നും കൂടിയും സിമ്പിളായിട്ട് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാരിയബിൾ ആണ് എന്ത്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വാരിയബിൾസിനെയാണ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോൺസെപ്റ്റിൽ വരുന്നതാണ് എക്സ്ട്രേനിയസ് വാരിയബിൾ. എക്സ്ട്രേനിയസ് വാരിയബിൾ എന്ന് പറയുന്നത് അതർ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളാണ്. ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻറ്റ്, ഔട്ട്സൈഡ് ഓഫ് ദ സ്റ്റഡിയാണ്. നമ്മളിപ്പോൾ BCom സ്റ്റുഡൻസിന് സയൻസും ആയിട്ടുള്ള ഒരു അറിവ് നോക്കുന്ന ഒരു സ്റ്റഡി നടത്തുകയാണ്. ആ സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്കറിയാം BCom സ്റ്റുഡൻസ് ഓൾറെഡി +1 +2 കൊമേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളുടെ സ്റ്റഡിയിലുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, +2 കൊമേഴ്സ് എടുത്ത് വരുന്ന കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റഡി നടത്തുകയാണ്. പക്ഷേ +2 എന്ന് പറയുന്നത് സയൻസ് കഴിഞ്ഞ ഏതെങ്കിലും ഒരു കുട്ടി BCom എടുത്തിട്ട് വരാം, സയൻസ് കഴിഞ്ഞ ആരെങ്കിലും.
പക്ഷെ അത് നമ്മളുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല. പക്ഷെ അവർക്ക് എന്തുണ്ടാകും, ഈ ഒരു സയൻസ് വിഷയത്തിൽ നല്ല നോളജ് ആയിരിക്കും. നല്ല നോളജ് എന്ന് പറഞ്ഞാൽ +1 +2 പഠിച്ചത് കൊണ്ട് ചിലപ്പം ആ ഒരു കാര്യത്തിൽ നല്ല അതിൻ്റെ വിവരം ഉണ്ടാവും. സോ അത് നമ്മളുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്തതല്ല, പക്ഷേ അതൊരു വേരിയബിളാണ്. അപ്പം ആ കുട്ടി നന്നായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യും ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഞാൻ ആ കുട്ടിക്ക് കമ്പാരിറ്റീവ്ലി നല്ല ഹയർ മാർക്സ് ആ കുട്ടി അവിടെ സ്കോർ ചെയ്യും. പക്ഷേ നമ്മളുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു വേരിയബിളാണ് ഏത്, ഈ ഒരു കുട്ടി ഓൾറെഡി എന്തുള്ളത്, സയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടി എന്നുള്ളത് നമ്മളുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്യാത്തൊരു ഭാഗമാണ്. സോ അതിനെ നമുക്ക് എന്ത് പറയാം, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയാം. ഔട്ട്സൈഡ് ഓഫ് അവർ സ്റ്റഡി ആണ് ഇത് എക്സ്ട്രേനിയസ് വേരിയബിൾ. ബട്ട് ഇറ്റ് എഫക്റ്റ് അവർ എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഇത് നടത്തിയ സമയത്ത് ഏറ്റവും പെർഫോം ചെയ്യുന്ന ഒരു കൊമേഴ്സ് സ്റ്റുഡൻസിനെക്കാട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഒരു കുട്ടി. പക്ഷെ ആ കുട്ടിക്ക് എന്തുണ്ട്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അത് ആ ഒരു സ്റ്റഡീനെ അത് അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ കുട്ടി മറ്റേ കുട്ടി സ്കോർ ചെയ്യുന്നു വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഈ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടി അവിടെ സ്കോർ ചെയ്യാണ്. സോ നമ്മളുടെ ആ സ്റ്റഡീനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു വേരിയബിളാണ്, ഔട്ട്സൈഡ് ഓഫ് ദ സ്റ്റഡിയാണ്. ഇങ്ങനെ ഒരു നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് എക്സ്പെരിമെൻ്റൽ എറർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു വേരിയബിൾ പക്ഷേ നമ്മൾ സ്റ്റഡീനെ ഇങ്ങനെ എഫക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റഡി എററല്ലേ വരിക. വേറൊരു വേരിയബിൾ നമ്മളിങ്ങനെ എഫക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നമ്മളുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത വേരിയബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, എക്സ്പെരിമെൻ്റൽ എറർ എന്നാണ് പറയുന്നത്. സോ എപ്പോഴും ഒരു റിസർച്ചർ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റഡി നടത്തുന്ന സമയത്ത് ഈ എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ കഴിയുന്നതും കൺട്രോൾ ചെയ്ത് മിനിമൈസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് അങ്ങനെ വരുന്ന എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനാണ് നോക്കേണ്ടത്. നമ്മൾ ഈ ഒരു നമ്മളുടെ സ്റ്റഡിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ കഴിയുന്നതും മിനിമൈസ് ചെയ്യണം. സോ അങ്ങനെ മിനിമൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് കൺട്രോൾ ചെയ്യുക. എന്താ വെറുതെ കൺട്രോൾ ചെയ്യാന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണ്, എക്സ്ട്രേനിയസ് വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു വേരിയബിൾ അല്ല, ഔട്ട്സൈഡ് ഓഫ് ദി സ്റ്റഡിയാണ്. പക്ഷെ നമ്മളുടെ സ്റ്റഡീനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ടു മിനിമൈസ് ദ എക്സ്ട്രേനിയസ് വേരിയബിൾ ആണ്. എങ്ങനെയൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്താലും ചിലപ്പോൾ നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഈ എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും എക്സ്ട്രേനിയസ് വേരിയബിൾസിൻ്റെയും ആ ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും എക്സ്ട്രേനിയസ് വേരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്, കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് പറയാനുള്ളതാണ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഇറ്റ് ഈസ് എ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ദെൻ എംപിരിക്കലി ടെസ്റ്റഡ് ആണ് ഹൈപ്പോത്തസിസ്. അടുത്തത് വരുന്നൊരു കാറ്റഗറി എക്സ്പെരിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുകയാണെങ്കിൽ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ഇങ്ങനെ മാറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് നമ്മൾ ഒന്നും മാറ്റുന്നില്ല, നമ്മളുടെ ടെസ്റ്റ് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ മാറ്റാതെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാറ്റാതെ അത് തന്നെ നിർത്തിക്കൊണ്ട് നമ്മളുടെ സ്റ്റഡി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പാണ്. രണ്ട് ഗ്രൂപ്പാക്കി തിരിക്കുകയാണ്, അതായത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. ആ ഒരു ടേമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ് ഉള്ള ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷനിലൂടെ പോകുന്ന ഗ്രൂപ്പിനെയാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സാധാരണ ഒരു എക്സ്പെരിമെൻറ്റും അവിടെ നടത്തുന്നില്ല, സാധാരണ യൂഷ്വൽ കണ്ടീഷനിൽ പോകുന്ന ഗ്രൂപ്പിനെയാണ്
കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നന്നായി പഠിക്കുന്ന കുട്ടികളും ഉണ്ട്, തീരെ അതായത് ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. ഈ ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കുകയാണ്, ഒരു ഈവനിങ്ങോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്ലാസ്സോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കുക. സ്പെഷ്യൽ ക്ലാസ് കൊടുത്തുകൊണ്ട് എല്ലാവരും കൂടി വീണ്ടും ഒരു എക്സാം നടത്തിയിട്ട് അവർക്ക് അവിടെ മാറ്റം വന്നോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. സോ ഈ ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെ സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. കാരണം അവിടെ ഒരു സ്പെഷ്യൽ കണ്ടീഷനിലൂടെയാണ് ആ ഗ്രൂപ്പ് പോകുന്നത്. സോ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയാം. ബാക്കിയുള്ള കുട്ടികൾക്ക് ഒന്നുമില്ല, സാധാരണ യൂഷ്വൽ ക്ലാസ്സേ വരുന്നുള്ളൂ. സോ അവരെന്ത് പറയാം, കൺട്രോൾ ഗ്രൂപ്പ് എന്നും പറയാം. അടുത്തൊരു ടേമാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സ്പെഷ്യൽ കണ്ടീഷനിലൂടെ നേരത്തെ പറഞ്ഞു എന്താണോ നമ്മൾ എക്സ്പെരിമെൻറ്റ് കൊടുക്കുന്നത്, സ്പെഷ്യൽ കണ്ടീഷൻസ് എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്തു, അതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഏതെങ്കിലും കണ്ടീഷനിലൂടെ ഇങ്ങനെ മാറ്റി നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസിനെയാണ് എന്ത് പറയുന്നത്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ വരുന്നതാണ് എക്സ്പെരിമെൻറ്റ്. അത് പ്രോസസ് ഓഫ് എക്സാമിനിങ് ട്രൂത്ത് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ എത്രത്തോളം അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എത്രത്തോളം ട്രൂത്ത് ഉണ്ടെന്ന് നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, എത്രത്തോളം അത് റെലവൻ്റ് ആണെന്ന് നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലോട്ട്സ് ആണ്. പല പ്ലോട്ട്സ് ആക്കും. ഇപ്പോൾ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടികളെ കുറച്ചൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമാക്കി മാറ്റും. അല്ലെങ്കിൽ എബോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ ഹൈലി എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ഓരോരോ ഭാഗമാക്കും. ഇതിനാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഓരോരോ ഭാഗം അല്ലെങ്കിൽ ഓരോരോ പ്ലോട്ടാക്കി മാറ്റുന്നതിനാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ടേംസിൽ വരുന്നത് റിസർച്ച് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമ്മൾ ഓരോന്ന് പഠിക്കുന്ന സമയത്ത് ഈ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്താണ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്താണ്, കൺട്രോൾ ഗ്രൂപ്പ് എന്താണെന്നേ പറയേണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊക്കെ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, കോൺസെപ്റ്റ് ഡെഫിനിഷൻ, ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്നൊക്കെ പറയാം.